ഹലോ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്തൊരു വീഡിയോ ആണ്. കുറച്ച് ഓർഡേഴ്സ് ഒക്കെ കാരണം നമുക്ക് കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് വീഡിയോസിൽ ഇത്ര ഡിലേ വന്നത്. എനിവേ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു വർക്കാണ്. ഇത് നമ്മൾ കുർത്തയ്ക്ക് വേണ്ടി കുറച്ച് മെറ്റീരിയൽ മുറിച്ചെടുത്ത് അത് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ടെസറിന്റെ മെറ്റീരിയൽ ആണ്. ഇത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡ്, നേവി ബ്ലൂന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡ് ടെസറിന്റെ ഫാബ്രിക് ആണ്. ഇത് അത്യാവശ്യം നല്ല വില കൂടിയ ഫാബ്രിക്, അതായത് മീറ്ററിന് 875 rupees ഒക്കെ വരുന്ന പോലത്തെ പ്യൂർ ടെസർ ഫാബ്രിക് ആണ്. ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ ഇതിന്റെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മുടെ ഒരു വയറൊക്കെ വരുന്നത് പോലെ വരുന്നിടം വരെയും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു വർക്കായി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് വേറെ വർക്ക്സ് ഒന്നും കൊടുത്തിട്ടില്ല, അതായത് സ്ലീവിലൊന്നും നമ്മൾ വർക്ക് കൊടുത്തിട്ടില്ല. ഇതിന്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ മാത്രമേ നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെങ്തിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ലേസി സ്റ്റിച്ചുകൾ യൂസ് ചെയ്തിട്ട് 2 ഷെയ്ഡ്സിലായിട്ട് ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുവാണ്. അതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ ബീഡ്സ് നിറച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ഓരോ ഫ്ലവേഴ്സിനും നമ്മളിങ്ങനെ സെന്ററിൽ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ ആ നെക്ക് പോർഷൻ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വരുന്ന ആ ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സൽവാർ മെറ്റീരിയൽസിലൊക്കെ നെക്ക് പോർഷൻ എങ്ങനെയാ മാർക്ക് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് അതിനുള്ള ഒരു മെഷർമെന്റ് ഇട്ടിട്ട് അതിന് താഴോട്ട് നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുവാണ്. ഇത് നമ്മൾ തയ്ച്ചിട്ട് വരുമ്പോഴത്തേനും അത്യാവശ്യം ഫ്രണ്ടിൽ നല്ലപോലെ വർക്ക് വരുക, നടുക്ക് ഭാഗത്തൂടെ അത്രയും ലെങ്തിൽ വർക്ക് വരുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു സൽവാർ ആയിരിക്കും ഇത്. ഓഫ്കോഴ്സ് ഇതിന്റെ ഒരു മെറ്റീരിയലിന്റെ ഒരു ഷൈനിങ് തന്നെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് ഇത്രയും നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന്റെ മെറ്റീരിയലിന്റെ ഷൈനിങ് തന്നെ നല്ലൊരു റിച്ച് ലുക്ക് കൊടുക്കും. അതിന്റെ കൂടെ ഇതിനകത്ത് ഇത്രയും ഒരു ത്രെഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിരിക്കുന്ന കാരണം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കുർത്തയായിരിക്കും ഇത്. അപ്പൊ ഈ ഒരു കുർത്തയുടെ കൂടെ നമുക്ക് ഇതിന്റെ ഒരു പ്ലെയിൻ കളർ ബോട്ടം ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. നമ്മൾ പൊതുവെ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്യുന്ന സാധനങ്ങൾ ഇടുമ്പോൾ നമ്മൾ ആ ഒരു സെയിം ടെക്സ്ചറിൽ തന്നെയുള്ള അതായത് ബോട്ടം ആണെങ്കിലും സാരീസിനാണെങ്കിലും ബ്ലൗസ് ഒക്കെ ആണെങ്കിലും സെയിം കളറിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു വർക്കിന് ഹൈലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുർത്തയൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റ് ഒക്കെ തോന്നാനായിട്ടൊക്കെ ആണെങ്കിലും സെയിം കളർ തന്നെ ബോട്ടം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു മെറ്റീരിയലിന് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ മാത്രമേ വർക്ക് കൊടുത്തിട്ടുള്ളൂ, സ്ലീവ്സിൽ വർക്ക് കൊടുക്കാത്തത്. അവർക്ക് ഷോർട്ട് സ്ലീവ് യൂസ് ചെയ്തിടാനായിട്ട് ആയതുകൊണ്ടാണ്. ഷോർട്ട് സ്ലീവ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് വർക്ക് കൊടുത്താൽ അതിന് അത്രയും ഭംഗി ഉണ്ടാവില്ല. നമ്മൾ 3/4 സ്ലീവ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ ആ ഒരു സ്ലീവിന്റെ സൈഡിൽ കൂടെ ബീഡ് വർക്ക് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ മാത്രം ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ മാത്രം നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഓരോരുത്തർക്കും ഓർഡർ ചെയ്യുന്നവർക്ക് അനുസരിച്ച് ഇപ്പം ചെസ്റ്റ് പോർഷനിൽ മാത്രമല്ല സ്ലീവിൽ വർക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതൊക്കെ കസ്റ്റമേഴ്സിന്റെ ചോയ്സ് അനുസരിച്ച് അവർക്ക് വേണ്ട കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഇതുപോലത്തെ വർക്ക്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ കമന്റ്സ് ആയിട്ടും പേഴ്സണലായിട്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. ഇതുപോലത്തെ വർക്ക്സ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നോട് ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ അവർക്കും അത് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഈ ഒരു വർക്ക് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വീഡിയോയും ഈ വീഡിയോയോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ടെസറിന്റെ ഫാബ്രിക് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കനം കുറഞ്ഞതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടൊരു ഫാബ്രിക് ആണ്. ആ ഒരു പ്യൂർ ടെസർ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. നല്ലൊരു ഷൈനിങ് ഉള്ളൊരു ഫാബ്രിക് ആയത്. ഇത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടിയിൽ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഡിസൈൻ നമ്മൾ പേപ്പറിൽ ട്രേസ് ചെയ്താണ് ചെയ്തത്. അതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു നെക്ക് മെഷർമെന്റ് എടുക്കണം. അതായത് നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ എവിടെ തൊട്ടാണ് ഡിസൈൻ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് പോർഷൻ എവിടെയായിട്ട് വരും എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം എന്റെ ഒരു മെഷർമെന്റ് എടുക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നെക്കിന്റെ മെഷർമെന്റ് എടുക്കുന്നത്, ചെസ്റ്റ് പോർഷൻ എവിടെ വരും എന്നുള്ളതൊക്കെ. അപ്പൊ അത് പ്രകാരം മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ പേപ്പറിൽ ട്രേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ നമ്മൾ ഈ ഒരു ക്ലോത്തിലോട്ട് പകർത്തുക ചെയ്യേണ്ടത്. അപ്പം ഇത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ടാണ് ഇതിനകത്ത് ഡിസൈൻസ് പകർത്തിയെടുക്കുന്നത്. അപ്പം നമ്മൾ വൈറ്റ് ഷെയ്ഡോ അല്ലെങ്കിൽ യെല്ലോ ഗോൾഡൻ ഷെയ്ഡോ ഒക്കെ ഉള്ള ട്രേസിംഗ് പേപ്പേഴ്സ് യൂസ് ചെയ്തായിരിക്കും ഇങ്ങനത്തെ ഷെയ്ഡ്സ് ക്ലോത്തിലോട്ടൊക്കെ ട്രേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ ഇതിനകത്ത് വൈറ്റ് കളറിലെ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ആ മെഷർ ചെയ്തെടുത്തിരിക്കുന്ന ഭാഗത്ത്
വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ക്യാമറയ്ക്കകത്തൂടെ എത്രമാത്രം ക്ലിയർ ആയിട്ട് ഈ ഒരു ട്രേസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. എന്നാലും മാക്സിമം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല തെളിഞ്ഞ് തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഡിസൈൻസ് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ റിങ് എടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു ഡിസൈൻ കവർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ റിങ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒത്തിരി പ്രാവശ്യം നമുക്ക് റിങ് ഊരിയെടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ സൈസ് റിങ് എടുത്തിരിക്കുന്നത്. എന്നാലും 2 പ്രാവശ്യം വെച്ച് നമുക്ക് വേണം ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് റിങ് അറ്റാച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഒരു ഇതിനകത്ത് റിങ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റിങ് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും നല്ലതായിട്ട് ക്ലോത്ത് വലിഞ്ഞ് തന്നെ നിൽക്കുന്ന പോലെ വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പം നമ്മൾ ആ തയ്യൽ കുറച്ച് ലൂസായിട്ടും അല്ലെങ്കിൽ ഓവറായിട്ടും ഒക്കെ മുറുകിയൊക്കെ പോകും. അതുകൊണ്ട് റിങ് എപ്പോഴും കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആങ്കറിന്റെ 2 ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കമന്റ്സിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഏത് കളർ ഷെയ്ഡാണ് യൂസ് ചെയ്തതെന്ന്. അപ്പം അതറിയാൻ വേണ്ടി ഞാൻ എൻ്റെ 2ൻ്റെയും കളർ ഷെയ്ഡ് കാണിച്ചതാണ്. നമ്മൾ പിങ്കിന്റെ ഒരു ഷെയ്ഡും മെറൂണിന്റെ ഒരു ഷെയ്ഡും അത് യൂസ് ചെയ്തിരിക്കുന്നത്. കളർ കോഡ് ആ ഒരു നമ്പർ പറഞ്ഞാൽ നമുക്ക് ഷോപ്പ് ചെയ്യുന്നതനുസരിച്ചുള്ള കളർ ത്രെഡ് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ഗോൾഡൻ കളറുള്ള ഒരു ട്രാൻസ്പെറന്റ്, അതായത് പ്യുവർ ഗോൾഡൻ അല്ല, ഒരു ട്രാൻസ്പെറന്റ് ചെറിയൊരു ഗോൾഡൻ ടിന്റ് ഉള്ള പോലത്തെ ഷുഗർ ബീഡ്സുമാണ് നമ്മൾ ഇതിനകത്ത് ആ ഒരു ഡിസൈന് നമ്മൾ ഓൾറെഡി ഡിസൈൻ കണ്ടല്ലോ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ലേസി ഡേസി സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് ഓരോ ഫ്ലവേഴ്സും ചെയ്യാം. ഞാൻ ഓൾറെഡി ലേസി ഡേസി സ്റ്റിച്ച് തയ്ക്കുന്നത് എങ്ങനെയാന്ന് നേരത്തെ ഒത്തിരി വീഡിയോസിനകത്ത്, അതായത് നമ്മൾ ഒരു സാരിയുടെ ഒരു സ്റ്റിച്ചിങ് കാണിച്ച വീഡിയോസിനകത്തും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ബേസിക് സ്റ്റിച്ചസ് എങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ തയ്ക്കുന്ന ബേസിക് സ്റ്റിച്ചസ് ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ച വീഡിയോസിനകത്തും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ലേസി ഡേസി സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്തും ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ 2 കളർ ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ ഫ്ലവർ, അതായത് ഒരു മെറൂൺ ഫ്ലവർ കഴിയുമ്പം ഒരു പിങ്ക് ഫ്ലവർ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ആ ഒരു ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഫ്ലവേഴ്സും ഒരുപോലെ, അതായത് ഒരേ വലുപ്പത്തിൽ പെറ്റൽസ് എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും അടുക്കി ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് വെക്കുമ്പോൾ പലതുപോലെ ഇരുന്നാൽ ആ ഒരു ഡിസൈന് പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രേസ് ചെയ്യുമ്പം കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ട്രേസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ആ ഒരു പെറ്റൽസിന്റെ ലെങ്ത് ആണ് ട്രേസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സർക്കിൾ വരയ്ക്കുന്നതിന് പകരം പെറ്റൽസിന്റെ ആ ഒരു പൊസിഷനിൽ ഓരോ മാർക്കിംഗ്, ഓരോ ലൈൻസ് വരച്ചാണ് ഞാൻ ഇതിനകത്ത് മാർക്കിംഗ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങോട്ടൊക്കെ ആ പെറ്റൽസ് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഓരോ പെറ്റലിന്റെയും ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്ലവേഴ്സ് എല്ലാം നല്ല ഐഡന്റിക്കൽ ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ എല്ലാ ഫ്ലവേഴ്സിനകത്തും ഒരുപോലെ 6 പെറ്റൽസ് വരുന്ന പോലെ ഞാൻ ഇതിനകത്ത് ഓരോ ഫ്ലവറും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഫ്ലവറും ഒരുപോലെ ഇരിക്കും. നമ്മൾ ആ ഒരു പാറ്റേൺ വരച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു നല്ല ഫിനിഷ് കിട്ടും. അതല്ല നമ്മൾ പല ഫ്ലവേഴ്സും പല രീതിയിലിരുന്നാൽ ആ ഡിസൈൻ അത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല. അതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ 6 strands ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ആ പൂവിനൊക്കെ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ്ങും അതുപോലെ ആ ഒരു നല്ലൊരു എലഗന്റ് ലുക്കൊക്കെ കിട്ടുന്നത്. നമ്മൾ ത്രെഡിന്റെ കനം കുറച്ച് ചെയ്യുവാണെങ്കിൽ അതിനത്രയും പെർഫെക്ഷൻ വരത്തില്ല. അതായത് ആ പൂവിന് നല്ലൊരു വലിപ്പമൊന്നും ഫീൽ ചെയ്യത്തില്ല. ആ പൂവിന്റെ ഒരു ഫുൾ ഒരു ലുക്ക് വരണമെങ്കിൽ നമ്മൾ 6 strands ത്രെഡ് യൂസ് ചെയ്ത് തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു വർക്ക് കാണിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഫസ്റ്റ് പുതിയതായിട്ടൊക്കെ ഈ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ നമ്മൾ ഫുള്ള് പഴയ വീഡിയോയിലുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചാൽ അത് ഫസ്റ്റ് കാണുന്നവർക്കൊരു ഇതിനകത്ത് കാണിക്കാത്തത് പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ ഇതിനകത്ത് ആ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ റെഗുലർലി നമ്മുടെ വീഡിയോ കാണുന്നവരല്ലാതെ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ വന്ന് ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് വീണ്ടും ഈ ഒരു ലേസി ഡേസി സ്റ്റിച്ച് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് ആ ഒരു ഫ്ലവർ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫുൾ
ഓൾട്ടർനേറ്റീവായിട്ട് പിങ്കും മെറൂൺ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവേഴ്സ് മൊത്തം തയ്ച്ച് തീർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു റിങ്ങിലുള്ളത് മാത്രമേ ഇപ്പോൾ ഈ കാണിക്കുന്നുള്ളൂ. ഞാൻ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് റിങ് ഊരി അടുത്ത റിങ് വെക്കുന്നത്. അപ്പം നമുക്കിനി ഇതിനകത്ത് ബീഡ്സ് ഇടുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. അതായത് നമ്മൾ നേരത്തെ ഡിസൈനിൽ കാണിച്ചതുപോലെ ഇതിനകത്തൊരു നമ്മൾ ആ ഒരു വര അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാമറയിൽ കാണുമ്പോൾ ആ വര ശരിക്കും ക്ലിയർ ആയിട്ട് കാണാത്തതാണ്. എനിക്ക് നേരിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വര ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ആ വര ഉള്ളിൽ വരുന്നത് പോലെ ബീഡ്സ് ആ ഒരു ഷേപ്പിൽ നമ്മൾ ബീഡ്സ് കൊടുത്തിരിക്കുവാണ്. അതുപോലെ നമ്മൾ ബീഡ്സ് വെക്കുമ്പോഴാണെങ്കിലും ഓരോ ബീഡ്സ് കഴിയുമ്പോഴും അത് കെട്ടിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ബീഡ് വെക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മളിതിപ്പം ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ ഈ ഒരു ബീഡ് പൊട്ടിപ്പോവാണെങ്കിൽ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ബീഡും പൊട്ടി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ബീഡും ലോക്ക് ചെയ്യുവാണെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു വലിച്ചു പൊട്ടിയോ അല്ലെങ്കിൽ എങ്ങനെയും ഉടക്കിയൊക്കെ ഒരു ബീഡ് പോവുകയാണെങ്കിൽ ആ ഒരു ബീഡ് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെ പോകത്തില്ല. നമ്മൾ നല്ല രീതിയിൽ 2 ലെയർ നൂലിട്ടിട്ടാണ് ഈ ഓരോ ബീഡ്സും വെക്കുന്നത്. എന്നാലും കണ്ടിന്യൂസ്ലി പൊട്ടി പോവാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ബീഡും വെച്ചത് ലോക്ക് ചെയ്തിട്ടാണ് അടുത്ത ബീഡ് വെക്കുന്നത്. അപ്പൊ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ വർക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫുൾ ബീഡ്സും ഇതിനകത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ആ ഒരു ഫൈനൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്ലവേഴ്സിന്റെ സെന്ററിലുള്ള ഒരു ബീഡ്സും കൂടെ നമുക്ക് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ആന്റിക് ഗോൾഡ് ഷെയ്ഡിലുള്ള ചെറിയ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഓരോ ഫ്ലവേഴ്സിനെയും സെന്ററിൽ നമ്മൾ ഓരോ ചെറിയൊരു ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ബീഡ് കഴിയുമ്പോൾ ലോക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇത് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും അത് കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ ബീഡ്സും ആ ഓരോ സെന്ററിൽ കൊടുത്ത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഈ റിങ്ങിനകത്ത് ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ റിങ് ഊരിയിട്ട് ഇതിന്റെ കണ്ടിന്യൂറ്റി, അതായത് ഇതിന്റെ ഒരു ചെറിയൊരു പോർഷനും കൂടെ നമുക്ക് ഈ റിങ്ങിൽ കൊള്ളാത്തതുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ഫൈനൽ ലുക്ക് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ നമ്മൾ ആ ഫുൾ ബീഡ്സും എല്ലാ ഫ്ലവേഴ്സിന്റെ നടുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാണിച്ച വർക്കും ഈ ഒരു സൽവാറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ അടുത്ത് ഒത്തിരി ആൾക്കാരൊക്കെ ഇതുപോലത്തെ പ്ലെയിൻ മെറ്റീരിയൽസ് എങ്ങനെയാണ് കിട്ടുന്നത്, അങ്ങനത്തെ മെറ്റീരിയൽസ് സെല് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ വേണ്ടി നമ്മൾ പേഴ്സണലി ഷോപ്പിൽ പോയി അങ്ങനത്തെ മെറ്റീരിയൽസ് എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങനെ ആ ഒരു മെറ്റീരിയൽസ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന്. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് ചെങ്കോട്ടയാണെങ്കിലും അതുപോലെ ഓർഗൻറ്റി മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലും പ്ലെയിൻ ആയിട്ട് ചെയ്യാനായിട്ട്, അതായത് എംബ്രോയിഡറി വർക്ക് ചെയ്ത് നോക്കാനായിട്ടോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനായിട്ടോ ഒക്കെ മെറ്റീരിയൽസ് വേണമെങ്കിൽ ആ ഒരു മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.